1 ദിനവൃത്താന്തം 23 അധ്യായം. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. 30 അതിൽ കൂടുതൽ വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേർ ഉണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദൈവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരുമായും ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും 4,000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർഷോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഗർഷോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമെയി. ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യെഹിയേലും സേഥാം, ജോയേൽ എന്നിവരും. ഷിമെയിയുടെ പുത്രന്മാർ ശെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്നു 3 പേർ. ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു: യാഹാത്ത്, സീസ, യവൂഷ്, ബെറിയ എന്ന് 4 പേരും. ഷിമിയായുടെ പുത്രന്മാർ യാഹാത്ത് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു. യവൂഷിനും ബെറിയായ്ക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസാർ, ഹെബ്രോൻ, ഉസിയേൽ എന്നീ 4 പേർ. അഹറോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹറോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ. നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ശെമുവേൽ. എലിയേസറിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു, എന്നാൽ റഹാബിയയ്ക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ശെലോമിത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമരിയ, യഹസിയേൽ, യക്കാമെയാം. ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മീഖ, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മുഷി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാർ ഇല്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെറേമോത്ത് എന്ന 3 പേർ. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ. 20 അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി. അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസനമനുസരിച്ച് ലേവ്യപുത്രന്മാരിൽ 20 അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദൈവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹറോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യ അപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. സാബത്തിലും അമാവാസിയിലും മറ്റ് തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹറോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.